ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എഗ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. കടായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കുറച്ച് ഇഞ്ചിയും ചതച്ച് വെച്ചതാണ്, അതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറി ലീവ്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ എരിക്കനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. വേഗം വഴന്ന് വരാനായിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കുക. വേഗം വഴന്ന് വരാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. പുള്ളി വാടാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. പുള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതൊന്ന് നല്ലോണം വഴറ്റിയതിൻ്റെ ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിക്കുക. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിക്കണം നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വാടി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയിട്ടെടുക്കുക. നല്ലോണം ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കണം. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എഗ്ഗ് വേവിച്ച് എടുക്കാനുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നല്ല ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളക്കാൻ വെക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 5 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എഗ് യോക്കിൻ്റെ മുകളിലോട്ട് കുറച്ച് പെപ്പർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് എഗ്ഗ് ഒന്ന് വേവിക്കണം. അപ്പോൾ എഗ്ഗ് വേവിക്കാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റൊക്കെ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ എല്ലാ എഗ്ഗും നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം തിരിച്ചിട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് മറ്റേ സൈഡൊന്ന് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എഗ്ഗ് വേവിക്കാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ ആയി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ പാകത്തിന് നല്ല തിളച്ച് എഗ്ഗൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊന്നും കൂടി മസാലയൊക്കെ എഗ്ഗിൽ പിടിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു തിക്കായിട്ടുള്ള കറിയല്ല കേട്ടോ, ഇതിങ്ങനെ ഇച്ചിരി ലൂസായിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് പത്തിരിക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും നൂൽപുട്ടിനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത് കേട്ടോ, ഒന്ന് നല്ലോണം ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറി ലീവ്സും 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള എഗ് കറിയാണ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.